ചില സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പ്രകാരം പറയുകയാണ്, നിന്റെ സഹോദരൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നീ അവനെ ശാസിക്കുക, അവൻ പശ്ചാത്തപിച്ച് നിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ നീ അവനോട് ക്ഷമിക്കുക എന്ന് പറയുകയാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, നിന്റെ സഹോദരൻ നിനക്കെതിരായിട്ട് ഒരു ദിവസം 7 തവണ തെറ്റ് ചെയ്യുകയും 7 തവണയും അവൻ തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ നീ അവനോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കുക, ഒരാള് ഒന്നാമത് ഒരു തെറ്റ് ചെയ്തു, നമ്മൾ അവനെ ശാസിച്ചു, അവൻ മനസ്സിലാക്കി, പശ്ചാത്തപിച്ച് അവൻ വന്നിട്ട് സോറി പറയുകയാണ്, നമ്മൾ അവനോട് ക്ഷമിച്ചു. അവൻ ആ തെറ്റ് രണ്ടാമതും ആവർത്തിക്കുന്നു, നമ്മൾ വീണ്ടും അവനെ ശാസിക്കുന്നു, അവൻ വീണ്ടും പശ്ചാത്തപിച്ച് സോറി പറയുന്നു, മൂന്നാമതും അവൻ ആവർത്തിക്കുന്നു, 4-മതും 5-മതും 6-മതും 7-മതും ആവർത്തിച്ചാലും ഈശോ പറയുകയാണ്, അവൻ എപ്പോഴൊക്കെ തിരിച്ചു വന്ന് അവൻ പശ്ചാത്തപിച്ച് അവൻ തിരിച്ചു വരികയാണ്, പശ്ചാത്തപിക്കുന്ന ഒരു മനസ്സോട് കൂടിയിട്ട് അവൻ തിരിച്ചു വരികയാണെങ്കിൽ നീ അവനോട് ക്ഷമിക്കണം എന്ന് ഈശോ പറയുകയാണ്. അതായത് ക്ഷമിക്കുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത് എന്ന് ഈശോ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഈശോ ഇത് പറയാനായിട്ട് കാരണമെന്ന് ചോദിച്ചാൽ, ഈശോയ്ക്ക് ക്ഷമിക്കുന്നതിൽ മടുപ്പ് തോന്നുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ എത്ര തവണ പാപം ചെയ്താലും, നമ്മൾ എത്ര തവണ പാപം ചെയ്ത് തിരിച്ചു വന്ന് ഈശോയോട് പശ്ചാത്തപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുമ്പസാരിച്ചാലും ഈശോ നമ്മളോട് ക്ഷമിക്കുന്നുണ്ട്. അത് കാരണം ഈശോ നമ്മളോട് പറയുകയാണ്, നിങ്ങളും മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൽ മടുപ്പ് തോന്നരുത്, നിങ്ങൾക്കും മടുപ്പ് തോന്നരുതെന്ന് ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്